അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരാളോട് ഒരിക്കൽ ചോദിച്ചു, കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ എന്ന് ചോദിച്ചു. സദ്യയൊക്കെ കേമമായി, പപ്പടത്തിന് കുറച്ച് വട്ടം കൂടുതലായതുകൊണ്ട് വട്ടം കൂടുതലുള്ള പപ്പടം ഇലയിൽ വെക്കാൻ വളരെ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു. ഏതൊരു പോസിറ്റീവായ കാര്യത്തിനും എന്തെങ്കിലും നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകളുണ്ട്. അവരങ്ങനെ ആവാൻ കാരണമുണ്ട്. അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല. ചെറുപ്പത്തിലേ അവർ വളർന്നു വരുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റും ചെറിയ കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ തിരുത്താൻ ശ്രമിക്കുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മ, ആ സ്നേഹം കൂടിയത് കൊണ്ട് വളരെയധികം ഓവർ കെയറിങ്, ഓവർ കൺട്രോളൊക്കെ കിട്ടി വളർന്ന ആളുകൾക്കാണ് ഇങ്ങനത്തെ ഒരു പൊസിഷൻ സാധാരണ ഉണ്ടാവാറുള്ളത്. ഒരാളൊരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഏത് സമയത്തും നെഗറ്റീവാണ് പറയുക, ഒരു പോസിറ്റീവ് പോലും അയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചെറുപ്പത്തിൽ വെറും നെഗറ്റീവ് കെട്ടി വളർന്നവർ. എല്ലാ കാര്യങ്ങളും 100% ആവണം എന്ന് ചിന്തിക്കും. അപ്പോൾ അവർക്ക് 99.5% ശരിയായാലും ആ 5%ത്തെയാണ് അവർ കാണുക. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയലുണ്ട്, അരിയിലെ കല്ല് പെറുക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം അരിയേക്കാൾ കല്ലാണ് അവർ കാണുക. അതാണ് വിഷയം. അപ്പോൾ ആ നിലക്ക് ഉള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യും? അത് വലിയൊരു ക്രൈസിസ് തന്നെയാണ്. എന്തിനും ഏതിനും വിമർശനം, അത് പുറകോട്ട് വലിക്കുക. ഒന്ന്, അവർ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ പോസിറ്റീവായിട്ടെടുക്കുക. അതിലുള്ള വിമർശനങ്ങളിൽ എന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിലൊരു 5% അല്ലെങ്കിൽ 15% വസ്തുതകളുണ്ടാവും. ആ വസ്തുതകൾ അരിച്ചെടുത്ത് ബാക്കി 85% നമ്മൾ വേസ്റ്റായി കണ്ട് ആ കാര്യമെടുത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കുക. അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുക. ഒന്നത്. രണ്ടാമത്തെ, ഇത്തരം ആളുകളോട് പോയി അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു, ആ കാര്യത്തിൽ നമ്മൾ നല്ല അഭിമാനിക്കുന്ന സമയത്ത് അപ്പോൾ ആ കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതിനെ പറ്റ മോശമാക്കി പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജത്തെ കെടുത്തുകയാണ് ചെയ്യുക. എനർജി സക്കേഴ്സ് എന്നായി ഇവർക്ക് പറയാം. അഥവാ നമ്മുടെ ഊർജത്തെ മൊത്തം വലിച്ചെടുക്കുന്ന ആളുകൾ. അവർ ഗുണമാഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, എന്നാൽ ആ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് ദോഷങ്ങളെ മാത്രം എടുത്തു പറയും. ഗുണങ്ങളോട് മൗനം പാലിക്കും. എത്ര ചെയ്താലും എത്ര കിട്ടിയാലും അവർക്ക് യാതൊരു തൃപ്തിയും വരില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് ആവശ്യത്തിനും ഇനി വേണമെങ്കിൽ അത്യാവശ്യത്തിനും ചെയ്തു കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാട് അവർക്ക് സേവനം ചെയ്തിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളാണ്, ഭാര്യയാണ്, അങ്ങനെയൊക്കെ ആളുകൾ നെഗറ്റീവ് പീപ്പിൾസിലുണ്ടെങ്കിൽ അവരെ ഒരു പ്രതിഫലം മോഹിച്ച് ആഗ്രഹിച്ച് അവരെ കൊണ്ടു നടക്കേണ്ടതിൻ്റെ ഒരു അമാനത്തിനെ ചിന്തിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, അവരെ സഹായിക്കാം. അതെത്ര അളവ് കൂടിയാലും പ്രശ്നമില്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് പുറത്ത്, കുടുംബത്തിന് പുറത്തുള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടില്ലെങ്കിൽ അത് വളരെ അധികം പ്രയാസം വരുത്തും. അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജമൊക്കെ അവർ വലിച്ചെടുത്ത് ഒന്നുമല്ലാതാക്കി നമ്മളെ ചണ്ടിയാക്കി തീർക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നെഗറ്റീവ് പീപ്പിൾസിനെ തിരിച്ചറിയുക. അവരോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുക. അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.